ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ വചനചിന്തയ്ക്ക് വേണ്ടി പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പുറപ്പാട് 3:10. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. മോശയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ഇതായിരുന്നു: ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. എൻ്റെ ജനത്തെ വിടുവിപ്പാൻ വേണ്ടി ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. ഹല്ലേലൂയ. ഇത് ദൈവം മോശയെക്കുറിച്ച് ഉദ്ദേശിച്ച കാര്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചവട്ടക്കാലം ഞാൻ നിങ്ങളോട് പറഞ്ഞു, അവൻ്റെ ദൈവം തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി ഒരുക്കുകയായിരുന്നു. അവൻ്റെ ജനനത്തിൻ്റെ സാഹചര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തന്നു. അവൻ വളർന്നു വന്നപ്പോൾ നടന്ന സംഭവം നമുക്കറിയാം. എബ്രായനെ വഴക്ക് കൂടുന്നത് കണ്ടപ്പോൾ മോശ അതിൽ ഇടപെടുകയാണ്. എന്നാൽ അവനോട് ചോദിച്ചു, നിന്നെ ഞങ്ങൾക്ക് തലവനും രാജാവുമാക്കിയത് ആര് എന്ന്. ഈ ചോദ്യത്തിന് മുൻപാകെ അവൻ ഭയന്ന്, അവൻ മനസ്സുമടുത്ത്, കർത്താവേ, എനിക്ക് എൻ്റെ ജനത്തിന് വേണ്ടി നീതി ചെയ്യുവാൻ പോലും കഴിയുന്നില്ലല്ലോ എന്നുള്ള ആ ദുഃഖഭാരത്തോട് അവൻ നാടുവിട്ട് ഫറവോനെ ഭയന്ന് ഓടി എന്ന് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവഹിതം അവൻ്റെ ജീവിതത്തിൽ എന്താകുന്നു എന്ന് വ്യക്തമായി തിരിച്ചറിയുവാൻ കഴിയാതിരുന്ന ആ സമയത്തും അവൻ്റെ ഉള്ളിൽ ദൈവഹിതം ചെയ്യുവാനുള്ള ഒരു താല്പര്യം ദൈവം അവന് നൽകി കൊടുത്തിരുന്നു. അങ്ങനെ ദൈവം മോശയെ താൻ എന്താഗ്രഹിക്കുന്നുവോ ആ നിലയിലേക്ക് വളർത്തിയെടുക്കുകയായിരുന്നു. എന്നാൽ ഈ മോശയെ ഇങ്ങനെ ഞാൻ ഫറവോൻ്റെ മുൻപിൽ നിന്ന് മിസ്രയീം ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി നിന്നെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പകരം പറഞ്ഞ, അല്ലെങ്കിൽ ഉത്തരമായി പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്ന് പൽക്കാലം നമ്മൾ ചിന്തിക്കുവാൻ പോവുകയാണ്. ആദ്യമായിട്ട്, വാട്ട് വാസ് മോസസ് റെസ്പോൺസ്? മോശയുടെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ നിന്നെ ഇന്ന കാര്യത്തിന് വേണ്ടി, എൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മോശ പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 3:11 നമ്മളിങ്ങനെ വായിക്കുന്നു, മോശ ദൈവത്തോട് ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രം എന്ന് പറഞ്ഞു. ഹു ആം ഐ? ഞാൻ ആരാണ് ഈ പ്രവൃത്തി ചെയ്യുവാൻ? താഴ്മ നല്ലതാണ്. എന്നാൽ അവിടെ അവൻ ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം താഴ്മയായിട്ട് നമുക്ക് വെളിപ്പെട്ടി വരുന്നില്ല. കർത്താവേ, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണമേ എന്നുള്ള ഒരു അപേക്ഷയായിട്ടാണ് കാണുന്നത്. അവൻ പറയുകയാണ്, ഞാൻ ആര് കർത്താവേ? നീ ഉദ്ദേശിക്കുന്നതായ എന്നിലുള്ള ദൈവ ഇഷ്ടം നിറവേറുവാൻ, നീ എന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായ ആ ക്രിയ ചെയ്യുവാൻ ഞാൻ ആര്? ഹു ആം ഐ? ഞാൻ ആര്? പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി, ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പറയാറുള്ളതാണ്, കർത്താവേ, ഞാൻ ആര്? എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ച വ്യക്തി. ഹല്ലേലൂയ. ഫറവോൻ്റെ കൊട്ടാരത്തിൽ, അന്യൻ്റെ രാജ്യത്ത്, അന്യദേശത്ത്, അന്യ വീട്ടിൽ ജീവിച്ചു വളർന്ന ഞാൻ, അന്യ സംസ്കാരത്തിലായിരിക്കുന്ന ഞാൻ ആര്? ഈ പ്രവൃത്തി എനിക്ക് ചെയ്തെടുക്കുവാൻ ഞാൻ ആര് കർത്താവേ എന്ന് ഒരുപക്ഷെ നമ്മൾ ചോദിച്ചേക്കാം. എന്നാൽ ദൈവം അവിടെ മറുപടിയായി പറയുന്ന വാക്കാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. മോശെ 12-ാം വാക്യം, അതിന് അവൻ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ചോദ്യം എന്താണ്? ഹു ആം ഐ? ഞാൻ ആര്? ഞാൻ എന്തുമാത്രമുള്ളൂ? ദൈവത്തിൻ്റെ ഉത്തരം, നീ ഇത്രയ്ക്ക് കഴിവുണ്ടല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം അതാണ്. നീ BA വരെ പഠിച്ചിട്ടുണ്ടല്ലോ, നിനക്ക് എഴുത്തും വായന അറിയാമല്ലോ, നീ നല്ല കുടുംബത്തല്ലേ ജനിച്ചത്, ഇതൊക്കെ ആയിരിക്കും ദൈവം പറയുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ ഉത്തരം നിന്നോടുള്ളത്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ആരും ആയിക്കൊള്ളട്ടെ, എന്ത് കഴിവുണ്ടോ കഴിവില്ലയോ, അത് എൻ്റെ ദൈവത്തിന് പ്രശ്നമേ അല്ല. അവൻ നിന്നോടും പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നത്, ഇന്ന് പകൽക്കാലം നിന്നോടും എന്നോടും പറയുന്നത്, നീ എന്തുള്ളൂ? ഞാൻ എന്തുള്ളൂ കർത്താവേ? എനിക്ക് കഴിവുകളില്ലല്ലോ, എനിക്ക് കുടുംബ പാരമ്പര്യമില്ലല്ലോ, എനിക്ക് വിദ്യാഭ്യാസമില്ലല്ലോ കർത്താവേ, എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് നീ പറയുമ്പോൾ അവൻ ഉത്തരമായി നിന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവൻ പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. It is not what you have, it is the importance is given
whom you have. നിനക്ക് ആരുണ്ട് എന്നുള്ളതാണ് പ്രാധാന്യം. ഹല്ലേലൂയ. നിനക്ക് എന്തൊക്കെ ഉണ്ട് എന്നല്ല എൻ്റെ ദൈവം നോക്കുന്നത്, നിന്നോടുകൂടെ ആരുണ്ട്. ഇന്ന് പകൽക്കാലം അവൻ നിന്നോടും പറയുകയാണ്, ഐ വിൽ ബി വിത്ത് യു. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് നിന്നോടും കൂടെ ഉള്ളപ്പോൾ അവൻ്റെ തിരുഹിതം ചെയ്യുവാൻ, അവൻ്റെ തിരിഷ്ടം ചെയ്യുവാൻ എനിക്കും നിനക്കും കഴിയും. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ആരെങ്കിലും കർത്താവെ എന്നെ കൊണ്ട് കഴിയുകയില്ല എന്ന് ചിന്തിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ, ഇന്ന് പൽക്കാലം ദൈവം നിന്നോട് പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഐ വിൽ ബി വിത്ത് യു. എനിക്ക് ആ ചോദ്യത്തിൻ്റെയും ഉത്തരത്തിൻ്റെയും തമ്മിലുള്ള ആ വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ ചേർച്ചയില്ലായ്മ നോക്കിയിട്ട് എനിക്ക് സന്തോഷം തോന്നുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആര് എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉത്തരം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എൻ്റെ ദൈവം നിന്നോടും കൂടെ ഉണ്ട് എങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ചെയ്യുവാൻ ശക്തരായിത്തീരും. നമ്മൾ ആരെന്ന് ലോകം അറിയേണ്ടത്, ഹല്ലേലൂയ, നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ സൗന്ദര്യം കൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ, നമ്മുടെ പണം കൊണ്ടോ അല്ല. ഹല്ലേലൂയ, അവൻ നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട്, ഹല്ലേലൂയ, അവൻ എന്നോടും കൂടെ ഉണ്ടെങ്കിൽ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാനും അത് ചെയ്തെടുക്കുവാനും ദൈവം നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. മോശ പറഞ്ഞ ആദ്യത്തെ മുടന്തൻ ന്യായം അതായിരുന്നു. എന്ത്? ഹു ആം ഐ? ഞാൻ ആര്? അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണം? നമ്മളുടെയും ചോദ്യം തന്നെയാണ്. നിന്നെ ഞങ്ങൾക്കറിയില്ലേ? നീ ഇതൊക്കെ ചെയ്യാൻ നീ ആര്? ആരുടെ കാര്യം പറഞ്ഞിട്ടാണ് നീ എന്നോട് വരുന്നേ എന്ന് മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ അമ്പരം തങ്ങി നിന്നു പോകാറുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആര്? മാത്രമല്ല അവരോട് ഞാൻ എന്തു ഉത്തരം പറയും? എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഏതൊരു കാര്യം ദൈവത്തിന് വേണ്ടി ആയിക്കൊള്ളട്ടെ, ഈ ലോകത്തിലായിക്കോട്ടെ ചെയ്യണമെങ്കിൽ മറ്റുള്ളവർ എന്തു പറയും? വാട്ട് വിൽ ദേ തിങ്ക്? അവരെന്തു പറയും? അവരെന്ത് ചിന്തിക്കും? അവരെന്ത് പറയും? ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നോട്ടുള്ള കാൽച്ചുവടിനെ തടസ്സപ്പെടുത്തുന്നതായുള്ളത്. ഹല്ലേലൂയ. ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തു പറയും? അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? അവരോട് ഞാൻ എന്ത് സമാധാനം പറയണം എന്നുള്ളത് ചിന്തിച്ച് നമ്മളെപ്പോഴും വ്യാകുലപ്പെട്ടിട്ട് പലപ്പോഴും ദൈവം തന്ന ആലോചനകളും ദൈവം നമ്മളോട് ചെയ്യുവാൻ പറഞ്ഞതും ചെയ്യാതെ മടിച്ചു നിൽക്കാറുണ്ട്. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് മോശയിലൂടെ നമ്മളോട് സംസാരിക്കുന്നതാണ്. നീ അവരെന്ത് പറയുമെന്നല്ല ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. ഞാൻ നിന്നോട് എന്ത് ചെയ്യുവാൻ പറയുന്നു എന്നുള്ളത് ചിന്തിക്കുക. ദൈവം നമ്മളോട് പറയുന്നത്, ഞാൻ നിന്നോട് എന്ത് ചെയ്യുവാൻ പറയുന്നുവോ അത് ചെയ്യുക. അവർ എന്ത് പറയും എന്ന് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. വാട്ട് shall I say unto them? ഞാൻ അവരോട് എന്തു പറയണം? അവരെന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ദൈവം പറയാണ്, എൻ്റെ നാമം ഞാനാകുന്നവൻ ഞാനാകുന്നു. ഹല്ലേലൂയ. പിന്നെയും ദൈവം ആവർത്തിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഹല്ലേലൂയ. I am what I am. ഇതാണ് എൻ്റെ നാമം. നീ ധൈര്യമായി അവരോട് പറയുക എന്ന് ധൈര്യമായി പ്രോത്സാഹിപ്പിക്കുകയാണ് മോശയെ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കരുത് ദൈവഹിതം എന്ന് പറയുന്നത് പാസ്റ്ററാകുക എന്നുള്ളത് മാത്രമല്ല, ഒരു പൂർണ്ണസമയ സുവിശേഷകനാകുക എന്നുള്ളത് മാത്രമല്ല, അനുദിനം നമ്മൾ ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട വ്യക്തികളാണ്. അതുകൊണ്ട് അനുദിനം നമ്മുടെ ജീവിതത്തിൽ കർത്താവെ, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയും? നീ ആരെന്ന് എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് പറയുവാൻ അറിയുകയില്ലല്ലോ കർത്താവെ, നിന്റെ കുറിച്ചുള്ള വേദശാസ്ത്രമൊന്നും പറയുവാൻ എനിക്ക് അറിയുകയില്ലല്ലോ എന്ന് ദൈവത്തോട് നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നു. എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ അവൻ എന്തായിരിക്കുന്നുവോ അത് നമ്മൾ പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. ഞാനാകുന്നവൻ ഞാനാകുന്നു. ധൈര്യത്തോട് മുന്നേറുവാൻ മോശെ പറയാണ്. അവൻ്റെ രണ്ടാമത്തെ എക്സ്ക്യൂസും ഉപായം അല്ല, അവൻ പറ്റില്ല എന്ന് പറയുന്നതും അവനെ എന്തുവാ ദൈവം അതിനും ഒരു ഉത്തരം നൽകി തരികയാണ്. ഹല്ലേലൂയ. ഇതിൽ നിന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, ദൈവം നിന്നെക്കുറിച്ച് ഒരു കാര്യം ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ എത്ര ഉപാധികൾ പറഞ്ഞാലും അവൻ നിന്നെ വിടുവാൻ മനസ്സുള്ളവനല്ല. ഞാനാകുന്നുവെങ്കിൽ ഒരു പ്രാവശ്യം പറഞ്ഞു ചെയ്യാൻ, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു, മറ്റുള്ളവരൊക്കെ എന്തോ പറയുന്നു അറിയില്ല എന്ന് പറഞ്ഞാൽ നീ ഒന്ന് പറയാം, നീ ഒന്നും ചെയ്യും വേണ്ട, പറയും വേണ്ട, നീ പൊയ്ക്കോ, പറ്റുന്നവർ വേറെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് ഞാൻ പറയും. എന്നാൽ എൻ്റെ ദൈവം അങ്ങനെ മോശയെ വിട്ടില്ല. ഹല്ലേലൂയ. അവൻ മോശയോട് വീണ്ടും മറുപടിയായി പറയുകയാണ്, ഹല്ലേലൂയ, ഐ ആം വാട്ട് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു. അത് കഴിഞ്ഞു 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം.
പറയാണ്, ഇതൊക്കെ ശരി കർത്താവേ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, നിനക്കൊന്നും ദൈവം വെളിപ്പെട്ടൊന്നും വന്നിട്ടില്ല, നീ വെറുതെ എന്തുവാ നുണ പറയുക, സ്വപ്നം കാണുക, നീ എന്തൊക്കെയോ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കാനായിട്ട് നോക്കുക, ദൈവം നിനക്ക് വെളിപ്പെട്ടു എന്നുള്ളത് അവരെന്ത് ചെയ്യില്ല. ഇവൻ ഊഹിച്ച് നേരത്തെ കുട്ടി പറയുകയാണ്, എന്ത് ചെയ്യില്ല, വിശ്വസിക്കുകയില്ല. ഹല്ലേലൂയ. മോശ തന്നെ പറയുന്നത് ഞാൻ ആ ഭാഗത്ത് ചിന്തിച്ചപ്പോൾ അവൻ തന്നെ പറയുകയാണ്, എന്തുവാ, അവരെന്നെ വിശ്വസിക്കുകയില്ല എന്ന്. മോശയും ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടവനാണെന്ന് തോന്നുന്നു. അവനോട് ആരെങ്കിലും വന്ന് പറഞ്ഞാലും അവൻ അത് തന്നെയാണ് പറയുക. നമ്മുടെ ഹൃദയത്തിലുള്ളതല്ലേ പുറത്തു വരിക. ഹല്ലേലൂയ. അവനും അങ്ങനെ തന്നെയാണ്. മറ്റൊരു വ്യക്തി എനിക്ക് വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവൻ എന്ത് ചെയ്യില്ലായിരിക്കും, വിശ്വസിക്കുകയില്ലായിരിക്കും. അതുകൊണ്ട് മോശ ഊഹിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്, ഒരു കാര്യം പറയുകയാണ്, അവരെന്നെ വിശ്വസിച്ചില്ലെങ്കിലോ, അവരെന്നെ വിശ്വസിക്കില്ല കർത്താവേ, അവരെന്നെ അംഗീകരിക്കില്ല കർത്താവേ, ഞാൻ ദൈവത്തെ കണ്ടുവന്നോ, ദൈവമേ നീ എന്നോട് സംസാരിച്ചു എന്നതോ ഞാൻ ഇന്നത്തെ കാലം പോലെ വീഡിയോ എടുത്തൊന്നും വെച്ചിട്ടില്ലല്ലോ, ഓഡിയോ എടുത്തും വെച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാ അവരെന്നെ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പല കാരണങ്ങൾ പറഞ്ഞ് ദൈവഹിതത്തിനും വഴിയെയും വിട്ട് അല്ലെങ്കിൽ ദൈവ ഇഷ്ടത്തെയും വിട്ട് നീങ്ങുവാനായിട്ട് ശ്രമിക്കുന്ന നിന്നോടും എന്നോടും ദൈവം പറയാണ്, അല്ല അങ്ങനെയല്ല. ഹല്ലേലൂയ. അപ്പോഴാണ് ദൈവം അവനോട് ചോദിക്കുന്നത്, നിന്റെ കയ്യിൽ എന്തുണ്ട്? ഹല്ലേലൂയ. വാട്ട് ഈസ് ദാറ്റ് ഇൻ ദൈ ഹാൻഡ്? നിന്റെ കയ്യിൽ എന്തുണ്ട്? ഇന്ന് പൽക്കാലം ദൈവം നിന്നോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കർത്താവേ, അവരെന്നെ വിശ്വസിക്കുകയില്ല എന്ന് ഉത്തരം പറഞ്ഞിരിക്കുന്ന നിന്നോടും ദൈവം പറയുകയാണ്, നിന്റെ കയ്യിൽ എന്തുണ്ട്? ഹല്ലേലൂയ. ഇത് മൂന്നാമത്തെ ഒരു ഒഴിവുകഴിവാണ് അവൻ പറയുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ എന്തുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പിന്നെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് വരാം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. അടുത്ത ഒഴിവുകൾ പറയാണ്, അവൻ്റെ ഫിസിക്കൽ ഡിഫക്റ്റ്, ശാരീരികമായി തന്നെ കർത്താവേ എനിക്ക് വയ്യാത്തതാണ്, എനിക്ക് തടിച്ച നാക്കാണ്, എനിക്ക് വിക്കുവായാണ്, എന്നെ കൊണ്ടൊന്നും കൊള്ളുവൊന്നും ഇല്ല, ഫറവോന്റെ മുന്നിൽ പോയി സംസാരിക്കാനുള്ള കഴിവൊന്നും എനിക്ക് ഇല്ല കർത്താവേ. എന്നാൽ ദൈവം അവന് മറുപടിയായി പറയുന്നത് 11-ാം വാക്യം, അതിനെ യഹോവ പന്ത്രണ്ടാം വാക്യം, ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്ന ഐ വിൽ ടീച്ച് യു. ഇതിന് കൂടുതൽ എന്താ വേണ്ടത്? ദൈവം പറയാണ്, വിക്കുവായനാണ്, എനിക്ക് സംസാരിക്കാൻ അറിയയില്ല എന്ന് തടസ്സം പറയുന്ന മോശയോട് യഹോവയായ ദൈവം പറയാണ്, ഐ വിൽ ടീച്ച് യു, ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാമെന്ന്. നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കും അല്ലേ. ഐ വിൽ ടീച്ച് യു, ദൈവം പറയാണ്, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം, ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം, നീ സംസാരിക്കേണ്ടത് ഇന്നത് എന്ന് നേരത്തെ കൂട്ടി ഇതുപോലെ നോട്ട്സ് ഒന്നും എഴുതിക്കൊണ്ട് വരണ്ട, ഞാൻ നിനക്ക് ആ സമയത്ത് പറഞ്ഞു തരാം. ഐ വിൽ ടീച്ച് യു. ഹല്ലേലൂയ. ഞാൻ നിനക്ക് പറഞ്ഞു തരാം, ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം, ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. ഞാൻ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെയും നമുക്ക് തരുന്ന അവൻ്റെ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയുടെ ആ ജാഗ്രതയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. മോശേ, നിന്നെ ഞാൻ അമ്മയെ എറിഞ്ഞു കളവാൻ, നൈൽ നദിയിൽ എറിഞ്ഞു കളവാനായിട്ട് അനുവദിച്ചത്, ഹല്ലേലൂയ, ഞാൻ നിന്നെ എന്നേക്കുമായി നശിപ്പിപ്പാനോ നിന്ദിപ്പാനോ അല്ല, ഞാൻ നിന്നെ കൊണ്ട് ഒരു കാര്യം കണ്ടിട്ടുണ്ട്. ഞാൻ നിന്നെ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിപ്പാനായി കണ്ടിട്ടുണ്ട്. എൻ്റെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാൻ വേറൊരു വ്യക്തിയെ ഞാൻ ഭൂമിയിൽ കാണുന്നില്ല, നിന്നെ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നീ കഷ്ടതയിലൂടെ കടന്നുപോയാലും, നീ ലജ്ജയിലൂടെ കടന്നുപോയാലും, പരിഹാസത്തിലൂടെ കടന്നുപോയാലും, നിന്നെ ഞാൻ ഒരു ഉദ്ദേശത്തിന് വേണ്ടി കണ്ടിട്ടുണ്ട്. ആ ഉദ്ദേശം നിവർത്തിക്കുവോളം ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഐ വിൽ ബി വിത്ത് യു. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ ഉപദേശിക്കും, ഞാൻ നിന്നെ വഴി നടത്തും. ഞാൻ വാട്ട് ഐ ആം, ഞാൻ എന്താകുന്നു, ഞാൻ ആരാകുന്നു എന്നുള്ളത് ഞാൻ നിനക്ക് അപ്പപ്പോഴായി ഞാൻ വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വിളി കേട്ടിട്ടും, ദൈവം നിന്നെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും,
ഹല്ലേലൂയ. ദൈവസന്നിധി വിട്ട് ഓടുന്ന, അല്ലെ ദൈവിക കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാതിരിക്കുന്ന, എക്സ്ക്യൂസസ്, ഉപാധികൾ പറയുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് പൽക്കാലം ദൈവം നിങ്ങളോട് എന്നോട് സംസാരിക്കുന്നു. അങ്ങനെയല്ല മകനെ, അങ്ങനെയല്ല മകളെ, ഞാൻ നിന്നെ കുറിച്ച് വലിയതൊന്ന് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നീ അത് താല്പര്യപ്പെടുന്നുമില്ലെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിലും ഞാൻ നിന്നെ അമ്മയുടെ ഉദരത്തിൽ സൃഷ്ടിച്ചത് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ്. അത് ഞാൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. മോശയുടെ ജീവിതം വ്യക്തമായത് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അവൻ നാലാമതായി ആ ഉപാധി പറഞ്ഞു. അതിനുശേഷം അഞ്ചാമതായി അവൻ പറയുന്നത് പുറപ്പാട് 4:13. എന്നാൽ അവൻ കർത്താവേ, നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും അയക്കണമേ. ഹല്ലേലൂയ. അവൻ്റെ അഞ്ചാമത്തെ എക്സ്ക്യൂസാണ്, സെൻഡ് someone else of God. വേറെ ആരെങ്കിലും അയക്കണമേ. എന്നെ എന്തിനാ ഇതിനു വേണ്ടിയിട്ടൊക്കെ വിളിക്കുന്നത്? എന്നെക്കാൾ കഴിവുള്ളവരുണ്ട്, എന്നെക്കാൾ നല്ലവരുണ്ട്, എന്നെക്കാൾ മോശമായവരുണ്ട്, അവരെയൊക്കെ അയക്കണം കർത്താവേ. എന്നെ ഈ പണിക്കൊന്നും കിട്ടില്ല. ഇന്ന് പൽക്കാലം ആരെങ്കിലും ദൈവസ്ഥനിൽ അങ്ങനെ ചിന്തയോടുകൂടെ ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് പൽക്കാലം ദൈവം നിങ്ങളോട് പറയുന്ന ഉത്തരം അതിൻ്റെ 14-ാം വാക്യം. അതേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. ഇന്ന് പൽക്കാലം അവൻ്റെ കോപം നമ്മുടെ മേൽ ജ്വലിക്കാതിരിക്കേണ്ടതിന് ഇപ്പോഴെങ്കിലും കർത്താവേ, നീ എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം ഞാനല്ല ചെയ്തു തീർക്കുന്നത്, അങ്ങ് എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കുമെന്നുള്ളത് ഞാൻ മോശയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. എന്നെ തന്നെ താഴ്ത്തുന്നു കർത്താവേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. ഹല്ലേലൂയ. ഒരിക്കലും പറയരുത് കർത്താവേ എനിക്ക് സാധിക്കയില്ല എന്ന്. അതേ മകനെ, മകളെ, എനിക്ക് സാധിക്കയില്ല എന്നുള്ളത്, നിനക്ക് സാധിക്കയില്ല എന്നുള്ളത് എൻ്റെ ദൈവം അറിയുന്നു. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഞാൻ നിന്നോട് കൂടെയിരിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഉപദേശിക്കും, ഞാൻ എൻ്റെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നിന്നെ ഞാൻ വഴി നടത്തും, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ. എന്നിട്ടും നീ നോ പറയുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തോട്, നിന്നോട് യഹോവയുടെ കോപം ജ്വലിക്കും. ഹല്ലേലൂയ. ആ കോപം വന്നതിന് ശേഷമാണ് യഹോവയായ ദൈവം മോശ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ യെസ് പറയുന്നത്. നിനക്ക് സംസാരിക്കാൻ പറ്റില്ലേ? ഞാൻ ആരെ അയച്ചു തരാം? നിന്റെ സഹോദരനായ അഹരോനെ അയച്ചു തരാം. അവൻ കൂടെ വന്നതുകൊണ്ടുള്ള ഉപകാരം പിന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, ഞാൻ നിന്നെ ഉപദേശിക്കാം. നിനക്ക് ഭാഷ അറിയില്ലേ? ഞാൻ പറഞ്ഞു തരാം. നിന്നെ ഞാൻ ശക്തീകരിക്കാം. നിനക്ക് രോഗമുണ്ടോ? നിനക്ക് സൗഖ്യം തരാം. നിനക്ക് ആരോഗ്യമില്ലാത്ത വ്യക്തിയാണോ? ഞാൻ നിനക്ക് ആരോഗ്യം തരാം. നിനക്ക് വാക്കുചാതുര്യം ഇല്ലയോ? ഞാൻ അത് നൽകിത്തരാം. ആ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ പറയേണ്ട വാക്കുകൾ നിങ്ങൾക്ക് നൽകിത്തരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ, അത് അങ്ങനെ തന്നെ ഞാനത് അനുഭവിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ട് എങ്കിൽ, ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ആ സ്ഥാനത്ത് ദൈവനാമ മഹത്വത്തിനായി ജീവിക്കേണ്ടതിന്, ഹല്ലേലൂയ, അവൻ നിങ്ങളോട് എന്തു പറയുന്നുവോ അത് ചെയ്യുവിൻ. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, ഇങ്ങനെ പ്രസംഗിക്കാനാണോ ദൈവനാഗ്രഹം? അല്ല, പ്രസംഗം വരുന്നത് അവസാനമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച വേദഭാഗം ഇങ്ങനെയാണ്. മറിയ യേശുവിനോട് ചെന്ന് പറയാണ്, ഇവർക്ക് വീഞ്ഞ് ഇല്ല. ആരെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോട്ടെ എന്നല്ല, എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. എന്നെക്കുറിച്ച് ആരും എന്തും പറഞ്ഞോളട്ടെ, എന്നാൽ ഞാൻ ഈ ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? എന്നാൽ ആവത് എന്ത്? മറ്റുള്ളവർ എന്ത് പറയുമെന്നല്ല. ഹല്ലേലൂയ. മോശ ചിന്തിച്ച പോലെ അല്ല. ഇന്ന് പൽക്കാലം മോശയുടെ മേൽ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവ ഉദ്ദേശത്തോട് ജനിപ്പിക്കപ്പെട്ടവനെ കൊണ്ട് അവൻ നിരസിച്ചപ്പോൾ, അവൻ ദൈവഹിതത്തിന് വിരോധമായി അല്ലെങ്കിൽ അതിന് വഴങ്ങിക്കൊടുക്കുവാൻ മനസ്സില്ലാത്ത തീർന്നപ്പോൾ ദൈവം അവനെ നോക്കി അവനോട് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. ഹല്ലേലൂയ. 5 excuses, 5 ഉപാധികൾ അവൻ പറഞ്ഞു. 5ഉം ദൈവം തട്ടിക്കളയുന്നതായിട്ട് കാണുന്നു. ഹല്ലേലൂയ. അവനോട് ആ അവസാനത്തെ ഉപാധി പറഞ്ഞപ്പോൾ 14-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവന് നല്ലവണ്ണം സംസാരിക്കുമെന്ന് ഞാൻ അറിയുന്നു. നിനക്ക് സഹോദരനില്ലയോ? ദൈവത്തിന് അറിയാം. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ദൈവത്തിന് എന്തിനാ മോശയെ തിരഞ്ഞെടുക്കണം? അഹറോൻ നല്ല വാക്ക് സാമർത്ഥ്യമുള്ളവനല്ലേ, അവനെ ദൈവത്തിന് അയച്ചുകൂടെ? ഇവന് മോശയ്ക്ക് സപ്പോർട്ടായിട്ട് എന്തിനാ അഹറോനെ അയക്കുന്നത്? ഈ മോശയിലൂടെ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ ദൈവത്തിന് എന്തുകൊണ്ട് അഹറോനിലൂടെ ചെയ്തുകൂടാ? ഹല്ലേലൂയ. മോശയെ അല്ലെങ്കിൽ ജനിപ്പിച്ചത്, ഈ ഭൂമിയിലാക്കിയത് ദൈവത്തിന്റെ ഉദ്ദേശം കൊണ്ടാണ്. ഹല്ലേലൂയ. ആ ഉദ്ദേശം അവനിൽ കൂടെ മാത്രമേ എൻ്റെ ദൈവം നിവർത്തിക്കുകയുള്ളൂ. ഹല്ലേലൂയ. There can be any other people better than you. നിന്നെക്കാൾ കഴിവുള്ള അനേകർ ഈ ഭൂമിയിൽ ഉണ്ടായേക്കാം. ഹല്ലേലൂയ. എന്നാൽ നിന്നെ കൊണ്ടേ ദൈവം ആ കാര്യം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ കാര്യം നിന്നിലൂടെ മാത്രമേ അവൻ ചെയ്തെടുക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് കാലം നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവേ, എനിക്ക് ചെയ്യുവാനുള്ളത് നീ എന്ത് ഉദ്ദേശിക്കുന്നു
വായിക്കുന്നു, അത് ചെയ്യുവാൻ നീ എന്നെ ശക്തീകരിക്കണമേ കർത്താവേ, അതിനായി ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു. മോശയെ നീ നിർബന്ധിച്ചതുപോലെ ഇനി ആവർത്തിച്ച് എന്നെ നിർബന്ധിക്കുന്നുണ്ടല്ലോ കർത്താവേ. വീണ്ടും വീണ്ടും ഞാൻ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനവും ദൂതും ഇത് തന്നെയാണല്ലോ കർത്താവേ. എന്നെ അത് ചെയ്യുവാൻ സഹായിക്കണമേ, എന്നെ ശക്തീകരിക്കണമേ കർത്താവേ. തിരുയിഷ്ടം എൻ്റെ ജീവിതത്തിൽ എന്ത് നീ ഉദ്ദേശിച്ചിരിക്കുന്നുവോ അത് ചെയ്തെടുപ്പാൻ ഇന്ന് പകൽക്കാലം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ എന്ന് ദൈവസന്നിധിയിൽ നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നീ മറ്റുള്ളവരെ നോക്കിയിട്ട് സെൻഡ് സംവൺ എൽസ്. കർത്താവെ, ആ വ്യക്തി എന്നിലും വിശുദ്ധിയുള്ളവളാണ്. കർത്താവെ, ആ വ്യക്തി എന്നെക്കാളും കഴിവുള്ള വ്യക്തിയാണ്. ആ വ്യക്തി എന്നെക്കാളും ബുദ്ധിയുള്ള വ്യക്തിയാണ്. ആ വ്യക്തി എന്നെക്കാളും വളരെ ക്ഷമയുള്ള വ്യക്തിയാണ്. കർത്താവെ, അവരെ ഈ പണിക്ക് വേണ്ടി അയക്കണമേ എന്ന് നമ്മൾ പലപ്പോഴും ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. കർത്താവെ, സെൻഡ് സംവൺ എൽസ്. കർത്താവ് വേറെ ആരെങ്കിലും അതിന് വേണ്ടി ഉപയോഗിച്ചാട്ടെ, എന്നെ വിട്ടുകള കർത്താവെ, എന്നെ വിട്ട് കർത്താവെ, മതി കർത്താവെ എന്ന് പല ആവർത്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ദൈവം പറയുന്നത് അങ്ങനെയല്ല. നിന്റെ മേൽ കോപം ചൊലിക്കാണ്ടിരിക്കേണ്ടതിന് ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും നിന്നോട് പറയുകയാണ്, ഹല്ലേലൂയ, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു നിന്റെ പ്രവൃത്തിക്ക് വേണ്ടി. ഞാൻ നിന്നെ ഏത് ഉദ്ദേശത്തോട് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നുവോ ആ ഉദ്ദേശം നിറവേറുവാൻ വേണ്ടി ഞാൻ നിന്നെ ഉപയോഗിക്കുവാൻ പോവുകയാണ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ആ മൂന്നാമത്തെ എക്സ്ക്യൂസ് പറഞ്ഞ ഉടനെ ദൈവം അവനോട് പറയുന്നതാണ്, വാട്ട് ഈസ് ദാറ്റ് ഇൻ ദൈൻ ഹാൻഡ്. ആ വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 4:1. യഹോവ അവനോട് അവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ എന്താ ഉള്ളേ? ഒരു വടി മാത്രമേ ഉള്ളൂ. ഇന്ന് പൽക്കാലം ദൈവം നിന്നോട് ചോദിക്കുന്നത്, നിന്റെ കയ്യിൽ എന്തുണ്ട്? വാട്ട് ഡു യു ഹാവ്? നിന്റെ കയ്യിൽ ഇന്ന് പൽക്കാലം എന്തുണ്ട്? നിനക്ക് ഇല്ലാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടില്ല. എനിക്ക് സൈക്കിളില്ല, സ്കൂട്ടറില്ല, ബുദ്ധിയില്ല, അറിവില്ല, ബോധമില്ല, ഇങ്ങനെ ഒന്നും പറയണ്ട. നിനക്ക് ഇല്ലാത്തതൊന്നും കൂടെ, എനിക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയില്ല, മലയാള ഭാഷ അറിയില്ല, വചനം അറിയില്ല, വായിക്കുമ്പോൾ തെറ്റും, ഇതൊന്നും നിന്റെ കുറവുകളൊന്നും അല്ല എന്നിൻ്റെ പകൽക്കാലം എൻ്റെ ദൈവം നിന്നോട് ചോദിക്കുന്നത്. നിന്നോട് ഇന്ന് പൽക്കാലം ചോദിക്കുന്നത്, നിന്റെ കയ്യിൽ എന്തുണ്ട്? വാട്ട് ഡു യു ഹാവ് ഇൻ യുവർ ഹാൻഡ്? വാട്ട് ഈസ് ദാറ്റ് ഇൻ ദൈൻ ഹാൻഡ്? നിന്റെ കയ്യിൽ ഇപ്പം ദൈവം കണ്ടോണ്ടാ പറയാം, വാട്ട് ഈസ് ദാറ്റ്? അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ കാണുന്ന വ്യക്തി കണ്ടോണ്ട് ചോദിക്കുകയാണ് അതെന്താണെന്ന്. നിന്റെ കയ്യിലുള്ളതിനെ ഇന്ന് പൽക്കാലം എൻ്റെ ദൈവം കണ്ടിട്ടാണ് ചോദിക്കുന്നത്, നിന്റെ കയ്യിൽ എന്തുണ്ട്? ഹല്ലേലൂയ. വാട്ട് ഡു യു ഹാവ് ഇൻ യുവർ ഹാൻഡ്? നിന്റെ കയ്യിൽ എന്താണുള്ളത്? അവൻ പറയാണ്, ഒരു വടി. ഈ വടി ഇവൻ ഉപയോഗിച്ചത് മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ വടിയെ കൊണ്ട് ദൈവം ചെയ്യുന്ന അടയാളങ്ങൾ അവിടെ പറയപ്പെട്ടിരിക്കുകയാണ്. ആ വടിയെ നിലത്തിടുവാൻ പറഞ്ഞു. അവൻ നിലത്തിട്ടു, അത് സർപ്പമായി തീർന്നു. അത് കണ്ട് മോശ, വീട്ടിൽ പോയി വായിക്കുക, മോശ എന്ത് ചെയ്തു? ആ കണ്ട് ഭയന്ന് ഓടി. എന്നെ പോലെയുള്ളത് തന്നെ, ചിലതൊക്കെ കണ്ടാൽ ഭയന്നോടും. ഹല്ലേലൂയ. എന്നാൽ ദൈവം പറഞ്ഞു, അവനോട്, യഹോവയായ ദൈവം അവനോട് പറയാണ്, എൻ്റെ തലയെ പിടിക്കാനല്ല. പാമ്പ് പിടിക്കുന്നവരെ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും എവിടെയാണ് പിടിക്കേണ്ടേ? പാമ്പിനെ വാലിലാണോ പിടിക്കേണ്ടേ? തലയിൽ. എൻ്റെ ദൈവം അവനോട് പറഞ്ഞത് എവിടെ പിടിക്കാൻ? വാലിൽ പിടിക്കാൻ. ഹല്ലേലൂയ. വർമ്മസ്ഥാനം ദൈവത്തിനറിയാം. ഹല്ലേലൂയ. വാലിൽ പിടിക്കാൻ പറഞ്ഞു. വാലിൽ പിടിച്ചപ്പോൾ പിന്നെ അത് എന്തായി? വടിയായി. ഉടനെ അടുത്തത്, കയ്യിൽ കുഷ്ഠം വരുന്നു. കുഷ്ഠം എന്ത് ചെയ്യുന്നു? മാറുന്നു. ചെന്നിട്ട് പറഞ്ഞു, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളെയും കൊണ്ട് അവർ നിന്നെ വിശ്വസിക്കും. അപ്പോഴും മോശ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, നീ ആ നൈൽ നദിയിലുള്ള വെള്ളമെടുത്ത് ഉണങ്ങിയ നിലത്ത് ഒഴിക്കുക. ആ ഒഴിക്കുമ്പോൾ എന്തായി മാറും? ആ ഒഴിച്ച വെള്ളം എന്തായി മാറും? നൈൽ നദി മുഴുവൻ രക്താവില്ല. ഒഴിച്ച വെള്ളം രക്തമായി തീരും. ബാധ വരുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? നദിയെല്ലാം, നൈലുള്ള വെള്ളമെല്ലാം രക്തമായി തീരുന്നത്. ഇപ്പോഴെന്തുവാ? അടയാളമായി പറയുകയാണ്. ആ ഒഴിച്ച വെള്ളം എന്ത് ചെയ്യുന്നു? രക്തമായി മാറുകയാണ്. ഹല്ലേലൂയ. ഈ അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും മോശയുടെ കയ്യിൽ ദൈവം കൊടുത്തിട്ട്, ഈ വടിയും ദൈവം എടുത്തുകൊണ്ട് പോകാൻ, ദൈവം കൊടുത്ത വടിയല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രവൃത്തിക്ക് വേണ്ടി, ദൈവിക വേലയിൽ ഭാഗവാക്കായി തീരുവാൻ വേണ്ടി, കർത്താവേ എന്നെ കൃപയാൽ നയിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ, ദൈവിക വരങ്ങൾ തരണമേ എന്ന് പറഞ്ഞ് മുട്ടിന്മേലിരുന്ന് ഉപവസിക്കുന്ന വ്യക്തികളോട് ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, പുതിയതൊന്ന് പ്രാപിപ്പാൻ നീ കാത്തിരിക്കേണ്ട. ആദ്യം നിന്റെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് നിന്റെ ശുശ്രൂഷ തുടങ്ങുക. ഹല്ലേലൂയ. നിന്റെ കയ്യിലുള്ളത്, മറ്റുള്ളവരുടെ കയ്യിൽ പലതുമുണ്ടാകും, അതൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല. മറ്റു പലരുടെ കയ്യിലും വടിയുണ്ട്, ഇടയന്മാരുടെ കയ്യിലൊക്കെയും വടിയുണ്ട്. അതൊന്നും അല്ല ദൈവം ഇന്ന് പൽക്കാലം നിന്നോട് നോക്കുവാനോ കാണുവാനോ കമ്പയർ ചെയ്യുവാനോ സാമ്യപ്പെടുത്തുവാനോ നോക്കുന്നത്. ദൈവം നിന്നോട് പറയുന്നത്, നിന്റെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് നീ തുടങ്ങുക. ഹല്ലേലൂയ.
ഇന്ന് പൽക്കാലം ഞാൻ കൂട്ടി പറയട്ടെ, നിൻ്റെ കയ്യിൽ ചൂലേ ഉണ്ടോ വൃത്തിയാക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആലയം ചുറ്റുപാടും വൃത്തിയാക്കാൻ നീ അത് ഉപയോഗിക്കുക. നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഇന്ന് പൽക്കാലം നിൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, അവർ നിസ്സാരമായി നിന്നെ കരുതിക്കൊള്ളട്ടെ, നിൻ്റെ കയ്യിലുള്ളതിനെ കൊണ്ട് പ്രയോജനപ്പെടുത്തുവാൻ ദൈവം പറയുകയാണ്. അതുകൊണ്ട് ദൈവം ചോദിക്കുകയാണ്, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? അവൻ പറയുകയാണ് ഒരു വടി. ദൈവം പറയുകയാണ്, നീ അത് എന്ത് ചെയ്യുക? എടുത്തുകൊള്ളുക, നിൻ്റെ കയ്യിൽ അത് പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവം നമ്മുടെ കരങ്ങളിൽ ഉള്ളതിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അതിന് ഉദാഹരണമായി 1 ശമൂവേൽ 16-ാം അധ്യായം 23-ാം വാക്യം. ഹല്ലേലൂയ. അവൻ്റെ കയ്യിൽ ഒരു കിന്നരമുണ്ട്. ഹല്ലേലൂയ. ആരുടെ കയ്യിൽ? ദാവീദിൻ്റെ കയ്യിൽ. അവൻ്റെ കയ്യിൽ വലിയ ഓർഗനൊന്നും ഉണ്ടായിരുന്നില്ല, വയലിൻ ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിയ വലിയ സാമഗ്രികളൊന്നും ഉണ്ടായിരുന്നില്ല, കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല. അവൻ്റെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു? കിന്നരമുണ്ടായിരുന്നു. ആ കിന്നരത്തിന്മേൽ ദൈവിക അഭിഷേകം ഉണ്ടായിരുന്നു. അവൻ അതെടുത്ത് വായിക്കുമ്പോൾ ശൗലിൻ്റെ മേലുള്ള ദുരാത്മാവ് നീങ്ങിപ്പോവാനിടയായി. ഇന്ന് പകൽക്കാലം ദൈവമേ, നിന്റെ കയ്യിൽ എന്തുണ്ടോ അതെടുത്ത് ഉപയോഗിക്കാനായി ശ്രമിക്കുക. ഹല്ലേലൂയ. അത് മാത്രമേ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നുമുള്ളൂ. അടുത്ത് 1 ശമൂവേൽ 17-ാം വാക്യം. 1 ശമൂവേൽ 17:50. ഇങ്ങനെ വാളില്ലായിരുന്നു. ദാവീദ് തൻ്റെ കയ്യിലുള്ളതിനെ ഉപയോഗിച്ചു. ഒരു കവണയും ഒരു കല്ലും. ഹല്ലേലൂയ. ദ സ്ലിംഗ് ആൻഡ് ദ സ്റ്റോൺ പെബിൾ, അത് മാത്രം ഉപയോഗിച്ച് ആ കവണ കൊണ്ട് അവൻ ഫെലിസ്ത്യനെ കൊല്ലുകയാണ്. ഹല്ലേലൂയ. നീ ഏത് യുദ്ധത്തിലായിരുന്നുള്ളട്ടെ, നീ ഏത് സാഹചര്യത്തിലായിരുന്നുള്ളട്ടെ, നിനക്ക് പരാജയപ്പെടുത്തുവാൻ എന്ത് കാര്യങ്ങളും ഉണ്ടാകട്ടെ, നിനക്കെതിരായ ആരും നിൽക്കട്ടെ, ഹല്ലേലൂയ, നിനക്ക് അവരെ തോൽപ്പിപ്പാൻ ദൈവം നിന്റെ കയ്യിൽ എന്തുണ്ട് എന്നാണ് ചോദിക്കുന്നത്. തൊട്ടടുത്ത വ്യക്തിക്ക് മിസൈൽ ഉണ്ടായിരിക്കാം, ഹല്ലേലൂയ, ബോംബ് ഉണ്ടായിരിക്കാം, ഹല്ലേലൂയ, നല്ല ഗൺ ഉണ്ടായിരിക്കാം. അതൊന്നും നോക്കി നീ പേടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ദൈവം നിന്നോട് ചോദിക്കുന്നത്, തൊട്ടടുത്ത വ്യക്തിക്ക് എന്തുണ്ട് എന്ന് കണ്ടുകൊണ്ട് നീ പേടിച്ച് എനിക്കത് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നീ പേടിച്ച് അറച്ച് പ്രവർത്തിക്കാതെ പ്രവർത്തനരഹിതനായിരിക്കാനല്ല എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ കയ്യിൽ എന്തുണ്ടോ അത് ഉപയോഗിപ്പാൻ ഇന്ന് പൽക്കാലം എൻ്റെ ദൈവം നിന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിന്റെ കയ്യിൽ കവണയും കല്ലുമേ ഉള്ളൂ, മതി ആ വലിയ ഗോലിയാത്തിനെ കൊല്ലുവാൻ ദാവീദിനെ ശക്തീകരിച്ചവനായ ദൈവം ഇന്ന് പകൽക്കാലം നിന്നെ ശക്തീകരിക്കുവാൻ ശക്തൻ തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ കയ്യിൽ ഇന്ന് പൽക്കാലം എന്തുണ്ട് നീ അത് കണ്ടുപിടിക്കുക. ഹല്ലേലൂയ. അടുത്തതായി ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 15-16 ഞാൻ തന്നെ വായിക്കുന്നു. അടുത്ത പ്രാവശ്യം ഞാൻ പ്രസംഗിക്കുമ്പോൾ പെട്ടെന്ന് എടുത്ത് നിങ്ങൾ വായിച്ചാൽ മതി. അവനൊരു കഴുതയുടെ പച്ച താടിയൽ കണ്ട് കൈനീട്ടി എടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. ആരാ? ശിംശോൻ ചെയ്തതാ. അവൻ്റെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, വെട്ടുകത്തി ഉണ്ടായിരുന്നില്ല, ഹല്ലേലൂയ, വാളുണ്ടായിരുന്നില്ല, കുന്തം ഉണ്ടായിരുന്നില്ല. അവൻ കണ്ടപ്പോൾ എന്താ കണ്ടുള്ളൂ? ഒരു പച്ചത്താടിയല്, കഴുതയുടെ പച്ചത്താടിയല്. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ ആ പച്ചത്താടിയല് കൊണ്ട് കുന്നൊന്ന് കുന്നു 2 എന്ന് പറഞ്ഞ് അവൻ ജീവിതങ്ങളെ കൊന്നുകുഴിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ കയ്യിൽ എന്തുണ്ട്? ഹല്ലേലൂയ. എൻ്റെ ദൈവം നിന്നോട് ചോദിക്കുകയാണ്, നിന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ആ കാര്യം ചെയ്യുവാൻ നിന്റെ കയ്യിൽ എന്തുണ്ട്? അത് ഇന്ന് പൽക്കാലം ഉപയോഗിക്കാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അടുത്തതായി നമ്മൾ കാണുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. അനന്തരം അവൻ ആ 300 പേരെ കൂട്ടമായി വിഭാഗിച്ച് ഓരോരുത്തരുടെ കയ്യിൽ ഓരോ കാഹളവും വെറും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്തു. ഹല്ലേലൂയ. വലിയ വലിയ ബോംബ് കൊണ്ടുവന്നോ തോക്ക് കൊണ്ടുവന്നൊന്നല്ല അവിടെ എഴുതിക്കുന്നത്. നിസ്സാരമായ മൺപാത്രങ്ങൾ, ഒരു തീപ്പന്തം, ഹല്ലേലൂയ, ഒരു കാഹളം, ഇത് മാത്രമേ കൊടുത്തുള്ളൂ. നിന്റെ കയ്യിൽ എന്തുണ്ട്? നിസ്സാരമായി നിനക്ക് തോന്നിയാലും എൻ്റെ ദൈവത്തിന് ഇന്ന് പകൽക്കാലം നിന്റെ കയ്യിലുള്ള ആ നിസ്സാരമായ കാര്യത്തെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. നിനക്ക് എഴുത്തും വായനയും മാത്രമേ അറിയുകയുള്ളൂ, അത് മതി എൻ്റെ ദൈവത്തിന്. ഹല്ലേലൂയ. നിനക്ക് പാടുവാൻ കഴിവില്ല എന്ന് നിന്നെ ദൈവം തള്ളിക്കളയുകയില്ല. എൻ്റെ ദൈവം ഉദ്ദേശിക്കുന്ന ആ ഉദ്ദേശം നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ വേണ്ടി, ഹല്ലേലൂയ, നിനക്കുള്ളതിനെ ഉപയോഗിക്കാൻ എൻ്റെ ദൈവം ശക്തൻ
ശക്തനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിനക്ക് തന്നിരിക്കുന്ന ഓർമ്മശക്തി, ഹല്ലേലൂയ, പാടുവാനുള്ള കഴിവ്, വായിപ്പാനുള്ള കഴിവ്, ഹല്ലേലൂയ, നിനക്ക് തന്നിരിക്കുന്ന ചെറിയ ക്രിയേറ്റീവായിട്ട് സൃഷ്ടിക്കാൻ ശക്തിയുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള നിന്റെ കഴിവിനെ ദൈവം ഇന്ന് പകൽക്കാലം ഉപയോഗിക്കാനായിരിക്കും. പ്രിയ സഹോദരിമാരെ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവ് ഇന്നതെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ കണ്ടെത്തി. നിനക്ക് ചെറിയ നാടകം എഴുതാൻ അറിയുമെങ്കിൽ ദൈവനാമ മഹത്വത്തിനായി നീ അത് എഴുതണം. ഹല്ലേലൂയ. പാടുവാൻ കഴിവുണ്ടെങ്കിൽ നീ പാടണം. ഹല്ലേലൂയ. നിനക്ക് ചെയ്യുവാൻ വരപ്പാൻ കഴിവുണ്ടെങ്കിൽ നീ വരയ്ക്കണം. ഹല്ലേലൂയ. അത് മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുന്ന രീതിയിൽ നീ ഉപയോഗപ്പെടുത്തിയേ മതിയാകുള്ളൂ. ഇന്ന് പകൽക്കാലം നിന്റെ കയ്യിൽ എന്തുണ്ടോ അതിനെ എടുത്ത് ഉപയോഗിപ്പാൻ ദൈവത്തിന് കഴിയും. ഒരു ബാലനുണ്ടായിരുന്നു, യേശു 5000 പേരെ പോഷിപ്പിച്ചത്. ഹല്ലേലൂയ. ഒരു ബാലന്റെ ഒരു അപ്പം കൊണ്ടാണ്. ഹല്ലേലൂയ. അവന്റെ കയ്യിൽ 5 അപ്പവും 2 മീനേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ കയ്യിലുള്ളതിനെ എൻ്റെ ദൈവം അനുഗ്രഹിച്ച് ആയിരങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർത്തു. ഇന്ന് പകൽക്കാലം നിന്റെ കയ്യിൽ എന്തുണ്ടോ അതിനെ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിപ്പാൻ ദൈവകരങ്ങളിൽ നീ ഏൽപ്പിക്കുമെങ്കിൽ ദൈവം അതിനെ ഉപയോഗിപ്പാൻ ശക്തൻ. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ നിനക്ക് വിദ്യാഭ്യാസമില്ലെന്നോ കഴിവില്ലെന്നോ അതിന് ഭംഗിയില്ലെന്നോ അതിനുള്ള വേണ്ടതായ ആരോഗ്യമില്ലെന്നോ എന്തെങ്കിലും നീ ചിന്തിക്കുന്നുവെങ്കിൽ നിന്നെ കൊണ്ട് സകലവും ചെയ്യിപ്പാൻ കഴിവുള്ള ദൈവം നിന്നെ ശക്തനാക്കുന്നവൻ നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഇതുപോലെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവളൊരു വിധവയായ സഹോദരിയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4:2 നമ്മളിങ്ങനെ വായിക്കുന്നു. ഏലിശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളു? ഹല്ലേലൂയ. ഒന്നുമില്ല, എല്ലാം കടമാണെന്ന് പറഞ്ഞിട്ട് മക്കളെയും പിടിച്ചോണ്ട് പോകുക എന്ന് പറഞ്ഞ വ്യക്തിയോട് ചോദിക്കുക, എന്നിട്ടും നിന്റെ കയ്യിൽ എന്തോ ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇല്ല സഹോദരി, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് നീ നിഷേധിച്ച് പറയുമെങ്കിലും എൻ്റെ ദൈവം ചോദിക്കുകയാണ്, നിന്റെ പക്കൽ എന്തുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ ഓരോരുത്തരുടെയും പക്കൽ ദൈവം ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ചിലത് ഏൽപ്പിച്ചതിനെ ഇന്ന് പകൽക്കാലം ദൈവനാമ മഹത്വത്തിനായി എടുത്ത് പ്രയോജനപ്പെടുത്തുവാനായിട്ട് ദൈവം നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇതാ മോശയുടെ കയ്യിലുള്ള ആ വടിയെ കൊണ്ട് ദൈവം അവനെ ഉപയോഗിക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ വേണ്ടി ദൈവം അവനോട് പറയാണ്, ഈ വടി നിന്റെ കയ്യിൽ പിടിച്ചുകൊള്ളണം. ഹല്ലേലൂയ. നീ ഈ വടി കളയരുത്. ഈ വടി എന്ത് ചെയ്യണം? നിന്റെ കരങ്ങളിൽ പിടിച്ചുകൊള്ളണം. ഹല്ലേലൂയ. നിന്നെ ഇന്ന് പൽക്കാലം ദൈവത്തെ അനുഗമിക്കുന്നതിൽ നിന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന്, ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന്, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി തടസ്സപ്പെടുത്തുന്നത് എന്താണ് എന്ന് പൽക്കാലം ഒന്ന് ചിന്തിച്ചു. വാട്ട് സ്റ്റോപ്സ് യു ഫ്രം വർഷിപ്പിംഗ് ഗാഡ്? വാട്ട് സ്റ്റോപ്സ് യു ഫ്രം ഫോളോയിങ് ഗാഡ്? ദൈവത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് നിന്നെ തടസ്സപ്പെടുത്തുന്നതാണ്. വാട്ട് ഈസ് ദി എക്സ്ക്യൂസ് ദാറ്റ് യു ഗിവ്? നീ പറയുന്ന ഉപാധി എന്താണ്? പറ്റില്ല കർത്താവേ എന്ന് പറയുന്ന കാരണം എന്താണ്? ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിൻ്റെ കോപം നിന്റെ മേൽ ജ്വലിക്കാതിരിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, നിന്നെ അനുസരിപ്പാൻ, നിന്റെ ഹിതത്തെ അനുസരിപ്പാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. കർത്താവേ, അങ്ങനെ പറ്റില്ല എന്ന് പറയുന്നത് നിന്റെ കഴിവില്ലായ്മയാണോ? ഹല്ലേലൂയ. നിനക്ക് അർഹതപ്പെടുന്നില്ല എന്ന തോന്നലാണോ? അല്ല എൻ്റെ ശാരീരികമായ കുറവുകളാണോ? ഹല്ലേലൂയ. അല്ല നേരത്തെ കർത്താൻദാസ് ലയണൽ പറഞ്ഞ പോലെ, ഇസ് ദാറ്റ് യുവർ പ്രൈഡ്? നിന്റെ അഭിമാനവും അഹങ്കാരവുമാണോ? ഞാനൊന്നും ഈ പഠിക്കൊന്നും പറ്റുന്ന ആളൊന്നുമല്ല, ഞാനൊക്കെ വലിയ ആളാണ്. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ഒരു അഹങ്കാരം നിനക്കുണ്ട് എങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കോപം നിന്റെ മേൽ ജ്വലിക്കുകയാണ്. എന്നെ ഈ പണിക്കൊന്നും കിട്ടുകയില്ല. ഹല്ലേലൂയ. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എന്നെ ഈ പണിക്കൊന്നും കിട്ടുകയില്ല, അടിച്ചു വാരാനോ അതിന് വേറെ വല്ലരും നോക്കിക്കോളൂ ആൻറ്റി. ഹല്ലേലൂയ. അതേ അഹങ്കാരത്തിൻ്റെ വാക്കുകളല്ല. എൻ്റെ കർത്താവേ, നിനക്ക് വേണ്ടി നാളത്തെ ആ ടെൻഷൻ സാക്ഷി പറഞ്ഞല്ലോ, അവൻ എന്നോട് പറയുകയുണ്ടായി, ഹല്ലേലൂയ എങ്ങനെ പെട്ടെന്ന് തളർന്നു പോയി ആൻറ്റി എന്ന്. ദൈവത്തിന് സ്തോത്രം. എന്ന് പൽക്കാലം പറയട്ടെ, ഒരു ശ്വാസം മാത്രം അത്രേ, മനുഷ്യനൊരു ശ്വാസം മാത്രം അത്രേ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിനക്ക് എന്ത് ചെയ്യുവാൻ ഇന്ന് കഴിയുന്നോ, ഈ നിമിഷം കഴിയുന്നോ, അത് ചെയ്തെടുക്കുവാൻ പൽക്കാലം ദൈവം എന്നെ നിന്നെ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എനിക്ക് കഴിയുന്നത് കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത് അവസാനിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു തീരുമാനത്തോട് പൽക്കാലം കടന്നു പോകാം. ഹല്ലേലൂയ. ഇസ് ദാറ്റ് യുവർ കമ്പാരിസൺ? മറ്റുള്ളവരുമായി നീ കമ്പയർ ചെയ്യുന്നതുകൊണ്ട്, താരതമ്യപ്പെടുത്തി നോക്കുന്നത് കൊണ്ടാണോ എനിക്ക് അവനെപ്പോലെ കഴിവില്ല, അതുകൊണ്ട് എന്നെ ഉപയോഗിപ്പാൻ കർത്താവേ നിനക്ക് കഴിയില്ല എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല. നിന്റെ കരങ്ങളിൽ എന്തുണ്ടോ അതുകൊണ്ട് ദൈവം നിന്നെ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ ഹിതത്തിനായി നിന്നെ തന്നെ എന്ത് ചെയ്യുക? പൂർണ്ണമായി സമർപ്പിക്കുക. ഹല്ലേലൂയ. അവൻ്റെ കരങ്ങളിലേക്ക് നിന്നെ തന്നെ സമർപ്പിക്കുക. ഇന്ന് പൽക്കാലം ജാക്ക് എന്നൊരു വ്യക്തി പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ ജാക്ക് എന്ന മനുഷ്യൻ പറയുകയാണ്, ഒരു മനുഷ്യനാണ്, ഒരു 40 വയസ്സായ ഒരു വ്യക്തിയാണ് പറയുന്നത്, മൈ മം ഹാഡ് ഓൺലി വൺ ഐ. എൻ്റെ അമ്മയ്ക്ക് ഒരേ ഒരു കണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവളെ വളരെ വെറുത്തു. അവൾ എനിക്ക് വളരെ നിന്ദാവിഷയമായിരുന്നു. ഷി വാസ് എൻ എംബാരസ്മെൻറ്റ് ഫോർ മീ. എൻ്റെ ജീവിതകാലം മുഴുവൻ അവൾ എനിക്ക് ഒരു അമ്പരപ്പിക്കുന്ന ഒരനുഭവം തരുന്ന വ്യക്തിയായിരുന്നു. എൻ്റെ അമ്മയുടെ പണി ഇതായിരുന്നു,
സ്കൂളിൽ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. ശരിക്കുള്ള ഭാഷയിൽ പറഞ്ഞാൽ ഷീ കുക്ക്ഡ് ഫോർ സ്റ്റുഡൻസ്. കുട്ടികൾക്ക് വേണ്ടി ആഹാരം പാചകം ചെയ്തു. ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ വീട്ടിൽ പോയി പാചകം ചെയ്തു കൊടുത്തു. ഒരു ദിവസം എൻ്റെ അമ്മ എന്നെ കാണാൻ വേണ്ടി എൻ്റെ എലിമെൻ്ററി സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ 5-ന് താഴെയുള്ള ക്ലാസ്സിൽ എന്നെ കാണാൻ വേണ്ടി വന്നു. അവൾ വന്ന് എൻ്റെ അടുത്ത് ഹായ് എന്ന് പറയാമെന്ന്, ആ ഉപ്മാവ് ഉണ്ടാക്കുന്ന അമ്മയാണ് വന്ന് ഹായ് പറയാൻ വരുന്നത്. അത് കണ്ടപ്പോൾ ഇറ്റ് വാസ് എൻ എംബാരസ്മെൻറ്റ് ഫോർ മീ അഗൈൻ. വീണ്ടും എന്നെ ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. എങ്ങനെ ഇത് ഇവൾക്ക് ചെയ്യുവാൻ കഴിയും? എന്തുകൊണ്ട് ഇവളെന്നെ ഇങ്ങനെയൊക്കെ നാണം കെടുത്തുന്നു എന്ന് ഈ പിഞ്ചു പൈതൽ ചിന്തിച്ചു. അവളെ അവഗണിച്ചു. ഇഗ്നോർഡ് ഹർ. ഞാൻ അവളെ അവഗണിച്ചു. എന്നിട്ട് അവളെ നോക്കി ഒരു നോട്ടം നോക്കി. ചില കുട്ടികളൊക്കെ നോക്കുന്നല്ലോ, അമ്മയെ ആസ്ഥാനത്ത് കാണുമ്പോൾ നോക്കുന്ന നോട്ടം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. സോ ഹി ത്രൂ ഹർ എ ഹേറ്റ്ഫുൾ ലുക്ക്, ഒരു വെറുപ്പിൻ്റെ ഒരു നോട്ടം നോക്കി. എന്നിട്ട് എൻ്റെ അമ്മയല്ല എന്ന പോലെ അവൻ ഓടി മറഞ്ഞു. അടുത്ത ദിവസം അവൻ സ്കൂളിലേക്ക് വന്നപ്പോൾ മറ്റു കുട്ടികളൊക്കെ അവനെ നോക്കി പരിഹസിച്ച് പറഞ്ഞു, നിൻ്റെ അമ്മയ്ക്ക് ഒറ്റക്കണ്ണേ ഉള്ളൂ, ഒറ്റക്കണ്ണി അമ്മയാണല്ലേ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു. അവന് തോന്നി അവൻ്റെ മുഖം മറയ്ക്കുകയോ, അവൻ എവിടെയെങ്കിലും മരിച്ചാൽ മതിയെന്ന് അവൻ കണ്ണിനെ മറയ്ക്കുവാൻ നോക്കി. എന്നാൽ അവൻ അവസാനം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, എൻ്റെ അമ്മ ഒന്ന് ചത്തുപോയിരുന്നെങ്കിലെന്ന്, മരിച്ചു പോയിരുന്നെങ്കിലെന്ന്. എന്നിട്ട് വൈകുന്നേരം വീട്ടിൽ വന്ന് അവൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി അവൻ പറയുകയാണ്, ഐ കോൺഫ്രണ്ടഡ് ഹർ ദാറ്റ് ഡേ ആൻഡ് സെഡ്, ഇഫ് യു ആർ ഓൺലി going to make me a laughing stock, why don't you just die? എന്നെ ഇങ്ങനെ പരിഹാസ വിഷയമാക്കി അമ്മേ, ഈ നാണം കെടുത്താനാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ നിനക്ക് ചത്തൂടെ എന്ന് മുഖത്ത് നോക്കി ആ മകൻ ചോദിച്ചു. എന്നിട്ട് എൻ്റെ അമ്മ അതിനൊന്നും മറുപടിയായി പറഞ്ഞില്ല. അതിനുശേഷം വീണ്ടും ഒരിക്കൽ പോലും ചിന്തിക്കുവാൻ പോലും അവന് തോന്നിയില്ല. അവന് പറഞ്ഞ വാക്കുകളൊക്കെ ശരിയായ വാക്കുകളാണെന്ന് വിചാരിച്ചു. അവൻ്റെ വികാരങ്ങൾ ശരിയാണെന്ന് അവന് തോന്നി. അവന് ഒരു തീരുമാനമെടുത്തു. ജാക്ക് പറയാണ്, ഐ വാണ്ടഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ഹൗസ്. എനിക്ക് ഈ അമ്മയുടെ കൂടെയുള്ള ജീവിതം മതി, ഞാൻ ഈ ജീവിതം അവസാനിപ്പിച്ച് ഈ ഭവനത്തിൽ നിന്ന് എനിക്ക് ഒന്ന് ഇറങ്ങി കിട്ടിയാൽ മതി എന്ന് അവൻ ഉത്സാഹിച്ച് പഠിക്കുവാൻ തോന്നി. ഉത്സാഹിച്ച് പഠിക്കുന്നതിന് പല ഉദ്ദേശങ്ങളുണ്ടെന്ന് ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവൻ ഉത്സാഹിച്ച് പഠിച്ചു, ഉത്സാഹിച്ച് കഠിനാധ്വാനം ചെയ്തു. അന്യനാട്ടിൽ പോയി തുടർന്നും പഠിക്കുവാനായിട്ട് പോയി. ആൻഡ് ഹി ഗോട്ട് എ ചാൻസ് ടു ഗോ അബ്രോഡ് ടു സ്റ്റഡി. പുറത്തു പോയി പഠിക്കാനായിട്ടുള്ളൊരു ചാൻസ് കിട്ടി. പോയി പഠിച്ചു, നല്ല ജോലി കിട്ടി. അവൻ ഒരു വിവാഹിതനായി, നാട്ടിലേക്ക് മടങ്ങി വന്നു. അവനൊരു വിവാഹിതനായി. അത് കഴിഞ്ഞ ശേഷം അവൻ സ്വന്തം വീട് പണിതു. മതിയല്ലോ, അതും കൂടെ ആയിക്കഴിഞ്ഞാൽ മനുഷ്യർക്ക് പിന്നെ ആരെങ്കിലും കാണണോ? വേണ്ട. സ്വന്തം വീടായി, സ്വന്തം ഭാര്യയായി, സ്വന്തം ജോലിയായി. അതിനുശേഷം അവൻ ജോലിയും കിട്ടിയതിന് ശേഷം അവൻ സന്തോഷകരമായി അവൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു ദിവസം ഈ അമ്മ ഇവനെ കണ്ടിട്ട് ഒത്തിരി നാളായതുകൊണ്ട് ഈ ഒറ്റക്കണ്ണി അമ്മ ഇവനെ കാണാൻ വേണ്ടി വന്നു ആ ഗേറ്റിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഗേറ്റ് തട്ടിയപ്പോൾ ഇവൻ്റെ കുഞ്ഞുമക്കൾ 2 പേർ മുറ്റത്ത് നിന്ന് കളിക്കുകയാണ്. അവർ ഈ അമ്മയെ കണ്ടപ്പോൾ, ഈ സ്ത്രീയെ കണ്ടപ്പോൾ, അമ്മയാണെന്ന് ഈ കൊച്ചുമക്കൾക്ക് അറിയുകയില്ല, കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ട് അവരെന്ത് ചെയ്തു? ഓടി മറയാനായിട്ട് നോക്കി. അവർ പറഞ്ഞു, ആരോ ഒറ്റക്കണ്ണി വികൃതമായ ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നു അമ്മേ എന്ന് പറഞ്ഞു. അപ്പൻ വെളിയിൽ വന്ന് നോക്കിയപ്പോൾ അത് തൻ്റെ അമ്മയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. എന്നാലും പറഞ്ഞിട്ടില്ല, ഇനിയും എന്നെ വിടില്ലേ, ഇനിയും എന്നെ നാണം കെടുത്താൻ തന്നെയാണ് ഉദ്ദേശം എന്ന് ആ അമ്മയെ നോക്കി ഈ മകൻ പറഞ്ഞപ്പോൾ ആ അമ്മ അപ്പോഴും പറഞ്ഞു, അയ്യോ, ശബ്ദം കുറച്ച് പറഞ്ഞു, അയ്യോ തെറ്റിപ്പോയി, ഞാൻ വിചാരിച്ച വീടല്ലായിരിക്കും ഇത്, സോറി കേട്ടോ എന്ന് പറഞ്ഞു. ആ അമ്മ എന്ത് ചെയ്തു? അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആ അമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം ഹല്ലേലൂയ, ഇതാ ഈ മകൻ കുറേ നാളുകൾ കഴിഞ്ഞതിന് ശേഷം അവൻ പഠിച്ചതായ സ്കൂളിൽ നിന്ന് അലുമിനായി എന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ കൂടി പഠിച്ച സ്കൂളിലേക്ക് നമ്മൾ മടങ്ങിച്ചെല്ലുന്ന ഒരു റീയൂണിയൻ, ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു ക്ഷണക്കത്ത് വന്നു. ആ ക്ഷണക്കത്ത് വന്നപ്പോൾ ഈ മകൻ ആ ക്ഷണക്കത്തും കൊണ്ട് ആ സ്കൂളിലേക്ക് പോവുകയാണ്. ആ സ്കൂളിൽ പോയതിന് ശേഷം അവിടുത്തെ ഗെറ്റ് ടുഗദറൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ്റെ വീട് അതിൻ്റെ അടുത്താണ്. വീടെന്ന് പറയാൻ കൊള്ളില്ല, ഇറ്റ് വാസ് എ ഷാക്ക്, ഇറ്റ് വാസ് ഒരു കുടിലാണ്. ആ കുടിലിൻ്റെ അടുത്ത് ഇവൻ പോവുകയാണ്. പോയി ആ കുടിലിൽ എന്താ ഉള്ള അമ്മ ഉണ്ടോ എന്ന് വെറുതെ ദൂരെ നിന്ന് നോക്കിക്കളയാമെന്ന് വിചാരിച്ച് അങ്ങ് ചെന്നപ്പോൾ ഇതാ അവിടെ അയൽവക്കക്കാർ ഓടി അവൻ്റെ അടുക്കലേക്ക് വരികയാണ്. അവർ വന്ന് പറഞ്ഞു, നിൻ്റെ അമ്മ ഇന്നലെ മരിച്ചുപോയി. ഹല്ലേലൂയ. അവർ പറയാണ്, ഇവന് കണ്ണീരൊന്നും വന്നില്ല, ചത്തു ഒടിഞ്ഞു, അവസാനിച്ചു, ഇനിയെങ്കിലും നാണം കെടുത്താൻ ഈ അമ്മ വരില്ലല്ലോ എന്ന് അവൻ സന്തോഷം കൊണ്ടൊന്നല്ലാണ്ട് ഒരു തുള്ളി കണ്ണുനീർ പോലും അവൻ്റെ കണ്ണിൽ നിന്ന് വന്നില്ല. എന്നിട്ട് ആ വീട്ടുകാർ, തൊട്ടയൽവക്കക്കാർ പറഞ്ഞു, അമ്മ മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, നീ ഈ റീയൂണിയന്, ഈ ഗെറ്റ് ടുഗദറിന് സ്കൂളിൽ മടങ്ങി വരുമെന്നുള്ള വിവരം അമ്മ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ പറഞ്ഞു, ഞാൻ ആ ദിവസത്തേക്ക് ജീവിച്ചിരിപ്പില്ലെങ്കിൽ ഈ കത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു.
അതുകൊണ്ട് ആ കത്ത് ഞങ്ങൾ എൻ്റെ കയ്യിൽ വച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ കത്തിൻ്റെ വിവരം ഇവനെ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ഇവനോട് പറയുകയാണ്, ഈ കത്ത് നിൻ്റെ അമ്മ തന്നതാണെന്ന്. ഇവൻ ആ കത്ത് തുറന്ന് വായിച്ചു. മൈ ഡിയറസ്റ്റ് മം, എൻ്റെ ഏറ്റവും ഡിയറസ്റ്റ് സൺ, എൻ്റെ ഏറ്റവും സ്നേഹമുള്ള മകനെ, ഞാൻ നിന്നെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ നീ 4 വയസ്സ് പ്രായമായിരുന്നപ്പോൾ നിനക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി, ഒരു അപകടം ഉണ്ടായി. ആ അപകടത്തിൽ നിൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. എന്നാൽ തുടർന്നുള്ള ജീവിതകാലം മുഴുവൻ ഒറ്റക്കണ്ണനായി നീ ജീവിക്കരുത് എന്ന് ഒരു മനോഭാവത്തോട്, മറ്റുള്ളവർ നിന്നെ പരിഹസിക്കരുത് എന്നുള്ള ഏക കാരണം കൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം കണ്ണ് ഞാൻ നിനക്ക് തന്നതാണ്. നീ കത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ ജീവനോടിരിക്കയില്ലായിരിക്കാം. ഇത് അമ്മ ജീവനോടിരുന്നപ്പോൾ എഴുതി വെച്ച കത്താണ്. എന്നാൽ ഞാൻ നൽകിയ ആ കണ്ണുകൊണ്ട് ഈ ലോകത്തെ കണ്ട് നീ സന്തോഷമായി, ആരോഗ്യമുള്ളവനായി, സൗന്ദര്യമുള്ളവനായി, 2 കണ്ണുമുള്ളവനായി നീ ജീവിക്കുന്നത് ഓർത്ത് എനിക്ക് സന്തോഷമുണ്ട്. ഐ എം പ്രൗഡ് ഓഫ് യു. ഞാൻ നിന്നെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നു മകനെ. എൻ്റെ കണ്ണ് ഞാൻ മരിച്ചു പോയാലും നിന്നിലൂടെ ജീവിക്കുന്നതിനായി എനിക്ക് സന്തോഷമുണ്ട്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് സ്നേഹത്തോടെ സ്വന്തം അമ്മ. ഈ കത്ത് വായിച്ചപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. ഹല്ലേലൂയ. ഞാനിത് പറയുവാൻ കാരണം കാൽവരി ക്രൂശിൽ ഹല്ലേലൂയ സ്വന്തം ജീവനെ നമുക്ക് നൽകി തന്നവനായ യേശു ഇന്ന് പൽക്കാലം നിന്നെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, എൻ്റെ മകനെ, മകളെ, എനിക്ക് വേണ്ടി സേവ ചെയ്യുവാൻ, എൻ്റെ മകനായി ഈ ലോകത്തിൽ അറിയപ്പെടുവാൻ നിനക്ക് ലജ്ജ തോന്നുന്നുണ്ടോ? നീ ക്രിസ്ത്യാനി എന്ന് പറയുവാൻ നീ ലജ്ജിക്കുന്നുണ്ടോ? ദൈവ പൈതൽ എന്ന് പറയുവാൻ ലജ്ജിക്കുന്നുണ്ടോ? ദൈവമകനാണ്, മകളാണെന്ന് ലോകത്തിൽ അറിയിപ്പാൻ നിനക്ക് ലജ്ജ തോന്നുന്നുണ്ടോ? നിനക്ക് വേണ്ടി ഞാൻ സർവ്വവും നൽകി തന്നു. ഹല്ലേലൂയ. ആ കഥ കേട്ടപ്പോൾ നമുക്ക് വന്ന കണ്ണീര് പോലും വരാറില്ല. ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക അതൊക്കെ ദൈവത്തിൻ്റെ സ്വന്തം ഇഷ്ടം ചെയ്താന്ന്. അല്ല മകനെ, മകളെ, ഓരോ ദിവസവും നമ്മളെ കാത്തു പരിപാലിച്ചുകൊണ്ട് അവൻ നമ്മളെ നടത്തുന്ന വഴികളെ ഓർത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച്, കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുവാൻ, നീ പറയുന്നത് എന്തും ചെയ്യുവാൻ, അത് മറ്റുള്ളവരുടെ മുമ്പേ ലജ്ജാകരമായ കാര്യമെന്ന് എനിക്കോ മറ്റുള്ളവർക്കോ തോന്നിയാലും കർത്താവേ, ഞാൻ ഇനി ഉപാധി പറയില്ല. കർത്താവേ, ഐ വിൽ നെവർ ഗിവ് യു എനി എക്സ്ക്യൂസ് ഹിയർ ആഫ്റ്റർ ഓ ഗോഡ്. കർത്താവേ, ഞാൻ ഒരിക്കലും ഉപാധി പറയില്ല. ഞാൻ നീ പറയുന്നത് ചെയ്യുവാൻ, നീ ഏത് ഉദ്ദേശത്തോടുകൂടെ എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചുവോ ആ ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു കർത്താവേ എന്ന് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്നതിനായ യേശുക്രിസ്തു പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു സ്വന്തം ജീവനെ ഞങ്ങൾക്ക് തന്നു. അവസാനത്തുള്ളി രക്തം വരെയും ഞങ്ങളുടെ പാപത്തിൻ്റെ മോചനത്തിനായി, ഞങ്ങളുടെ ശാപത്തിൻ്റെ വിടുതലിനായി, ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നൽകി തന്നവനായ യേശുവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഭൂമിയിൽ സന്തോഷത്തോടും സമാധാനത്തോടും ആരോഗ്യത്തോടും ജീവിക്കുമ്പോൾ നീ പറയുന്ന എന്തും ചെയ്യുവാൻ, നിന്നെ സേവിപ്പാൻ, നിന്നെ ആരാധിപ്പാൻ, നിനക്ക് വേണ്ടി കർത്താവെ സർവ്വവും ചെയ്തെടുക്കുവാൻ നീ ഉദ്ദേശിക്കുന്നതിൻ്റെ ഉദ്ദേശം ഞങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ കർത്താവേ എന്ന് ഞങ്ങളെ തന്നെ സമർപ്പിപ്പാൻ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ആ സമർപ്പണമുള്ളവർ ദൈവസന്നിധിയിൽ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങും. കർത്താവേ, ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു. തിരുഷ്ടം ചെയ്യുവാൻ എന്നെ ഏൽപ്പിച്ചു കർത്താവേ. ഹല്ലേലൂയ. നീ എന്നോട് സംസാരിക്കുന്ന എന്തും ചെയ്യുവാൻ, നീ എന്നോട് കൽപ്പിക്കുന്ന എന്തും ചെയ്യുവാൻ, നിന്നെ ആരാധിപ്പാൻ, നിന്നെ സ്തുതിപ്പാൻ ഞാൻ എന്നെ തന്നെ നിന്റെ സേവയ്ക്കായി സമർപ്പിക്കുന്നു. നീ തുടർന്നും എന്നെ സഹായിക്കണമേ. നീ എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തരണമേ. നീ ദൈവമായി വെളിപ്പെട്ടു വരണമേ. എൻ്റെ കയ്യിലുള്ളത്, എനിക്കുള്ളത് നീ നൽകിയതാണ്. ആ ചെറുത് ഞാൻ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. നീ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ എൻ്റെ കയ്യിലുള്ളതിനെ നീ ഉപയോഗിക്കണമേ കർത്താവേ. ഞാൻ മറ്റുള്ളവരുടെ കയ്യിലുള്ളതെ നോക്കുന്നില്ല കർത്താവേ. പുതിയതൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ഇല്ലെന്ന് പരാതിപ്പെടുന്നില്ല കർത്താവേ. നീ തന്നതിനെ ഉപയോഗിപ്പാൻ ഇന്നു മുതൽ നീ എന്നെ സഹായിക്കണമേ. നീ എന്നെ ശക്തീകരിക്കണമേ. സഭയായി നീ ഞങ്ങളെ സഹായിച്ചിരിക്കുക. സ്തോത്രം. നീ നൽകിയത് കൊണ്ട്, നീ തന്നത് കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. നിനക്ക് വേണ്ടി സേവ ചെയ്യുവാൻ ഉപയോഗിപ്പാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.